മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മലങ്കര സഭയുടെ പ്രത്യേക വാത്സല്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദ്ദേഹം തിരുവനന്തപുരത്ത് പട്ടത്ത് മലങ്കര കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ ദേവലോകത്ത് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നു, പ്രാതൽ കഴിക്കുന്നു. ഒപ്പം അവിടുത്തെ അച്ഛന്മാരുമായിട്ടുള്ള ആ ഒരു സഹകരണം, അവരുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച നമുക്ക് കാണാം. ഭക്ഷണത്തിന്റെ ചിത്രമാണ് ഞാൻ പകുതി കഴിച്ചു. അത്രയും കൂടി എനിക്ക് കഴിക്കാൻ പറ്റുന്നത് അത് ട്രെയിൻ കാണും. നല്ല കേരളത്തെ ഏറെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പുതിയ സംവിധാനം ഉണ്ടാകണം. നല്ല നിങ്ങളെക്കാട്ടിൽ ഒക്കെ വേദപുസ്തകം വായിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ബൈബിൾ പ്രസംഗം. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഞാൻ അന്ന് അവിടെ അടൂര് പറഞ്ഞ പോലെ ഇത്ര വളരെ സ്പോണ്ടേനിയസ് ആയിട്ടും അതേസമയം ആഴത്തിലും വേദപുസ്തകം ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന നമ്മുടെ സുവിശേഷ പ്രസംഗരൊക്കെ ഉണ്ട്. എന്നാൽ ഇത്രയും വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സംസാരിക്കാൻ കഴിയുന്ന അപ്പോൾ 91-ാം സങ്കീർത്തനമൊക്കെ കാണാപ്പാടമാണ്. അപ്പോൾ ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലൊക്കെ വരുമ്പോൾ വേദപുസ്തകത്തിലെ വാക്കുകളാണ്, സങ്കീർത്തനത്തിലെ വാക്കുകളാണ് എപ്പോഴും സന്തോഷമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം പറയുമ്പോൾ വലിയ കാര്യമാണ്. ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ഈ പുതിയ നിയമനം ഇങ്ങനെ മുഖ്യമന്ത്രിയായി ഇവിടെ AICC ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം ഇത് ദൈവനിയോഗമെന്നാണ്. അപ്പോൾ ഉറപ്പാണ് നാളെ ദൈവനാമത്തിലായിരിക്കും സത്യപ്രതിജ്ഞ എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടെ ദൈവ നിയോഗം എന്ന് പറയുന്നത് വലിയ ഒരു ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ നിയോഗം അദ്ദേഹത്തിൻ്റെ അല്ല, നമ്മുടെ പുതിയ നിയോഗം, കേരളത്തിൻ്റെ പുതിയ നിയോഗം എല്ലാം ദൈവാനുഗ്രഹപൂർണ്ണമാകാൻ പ്രത്യേകം നിങ്ങളെല്ലാവരും തുടർന്നും പ്രാർത്ഥിക്കണം. നമുക്ക് വലിയ ആശ്വാസമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വഴിയെ നടക്കാമെന്ന്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ഒരു വണ്ടിന്നേ പറഞ്ഞുള്ളൂ, പക്ഷേ സെക്യൂരിറ്റി റീസൺ കൊണ്ട് മുന്നിലും പുറകിലും ഒരു വണ്ടി വേണമെന്നുള്ള ഒരു കാര്യം, അതൊക്കെ ഒരു വാർത്തയ്ക്കുള്ള ഒരു കാര്യമല്ല. അതൊക്കെ ഇവിടുത്തെ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ രാത്രി കേട്ടു ക്ലിഫ് ഹൗസിലൊക്കെ വലിയ പരിഷ്കാരമൊന്നും വേണ്ട, ഉള്ളത് കുത്തു തുടച്ചിട്ടാൽ മതി. പുതിയ കാര്യങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒരു വലിയ ഒരു അപ്രോച്ചായിട്ട് അതിനെ കാണുന്നു. അതുപോലെ
എനിക്കത് വലിയ കോംപ്ലിമെൻ്ററി ആയിട്ട് തോന്നിയൊരു കാര്യം. ഞാൻ ആരെങ്കിലും കളിയാക്കാനോ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വേറെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അത് ആവശ്യമുണ്ടായിരിക്കാം, എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞത്. അത് നമുക്ക് പറയാനുള്ള കാര്യം മറ്റേ ആളുകളെ ഉണപ്പെടുത്താതെ പറയാൻ കഴിയും. അതുകൊണ്ട് നാളെ മുതൽ ഞങ്ങൾ എപ്പോഴും വരയ്ക്കുന്ന ഒരു സാധനം സ്വീകരിക്കുക. എന്തുവാ? കുരിശ്. പക്ഷേ ആ കുരിശിൻ്റെ തണലിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ സാറിന് എല്ലാവരുടെയും പേരിലുള്ള, നമ്മുടെ സഭയുടെ പേരിലുള്ള എല്ലാ മംഗളങ്ങളും നമുക്കെന്നല്ല, കേരളത്തിനെന്നല്ല, ഭാരതത്തിനെന്നല്ല, ലോകം മുഴുവനും വേണ്ടത് ഇങ്ങനെ ഒരു ഭരണാധികാരിയാണ്. മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും സ്നേഹത്തിനുമൊക്കെ ഊന്നൽ നൽകുന്ന ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൻ്റെ ആ ചരിത്രത്തെ മാറ്റിക്കുറിക്കട്ടെ. കേരളം എന്നും ലോകത്തിൻ്റെ നെറുകയിൽ ഒരു ഉദാഹരണമായിരിക്കട്ടെ. മലയാളിയുടെ അഭിമാനമായി നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.